നമസ്കാരം. അമേരിക്കൻ പടക്കപ്പലിൽ തീഗോളം തീർത്ത് ഇറാന്റെ മിസൈൽ താണ്ഡവത്തിൽ അമേരിക്ക ഞെട്ടി. ഹോർമുസിൽ വീണ്ടും യുദ്ധഭീതി മുഴക്കുകയാണ് ഇറാൻ. അമേരിക്കൻ പടക്കപ്പൽ ആക്രമിച്ച് അഗ്നിഗോളമാക്കി മാറ്റിയിരിക്കുകയാണ് ഇറാൻ. പശ്ചിമേഷ്യ അക്ഷരാർത്ഥത്തിൽ പ്രക്ഷുബ്ധമായിരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള കപ്പൽ പാതകളിൽ ഒന്ന് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹോർമുസ് കടലിടുക്കാണ് എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും. ആ ഹോർമുസ് കടലിടുക്കിന് സമീപം ആഗോള ശക്തികൾ വീണ്ടും നേർക്കുനേർ പോരാട്ടം നടത്തുമ്പോൾ അവരുടെ പടക്കപ്പലുകളിൽ ആക്രമിച്ചു കയറി അവിടെ അഗ്നിഗോളമാക്കി മാറ്റി തീ തുപ്പുന്ന കാഴ്ച ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സാഹചര്യം ഇറാൻ സൃഷ്ടിക്കപ്പെടുന്നു. പശ്ചിമേഷ്യ അക്ഷരാർത്ഥത്തിൽ പ്രക്ഷുബ്ധമായ ഒരു കാലാവസ്ഥയിലേക്ക് എത്തപ്പെടുന്നു. യുദ്ധത്താൽ മുഖരിതമാകുന്നു. തങ്ങളുടെ നാവികസേന US പടക്കപ്പലിന് നേരെ ആക്രമണം നടത്തിയെന്ന ഇറാന്റെ അവകാശവാദത്തോടെ പശ്ചിമേഷ്യൻ മേഖലയിൽ യുദ്ധഭീതി പുതിയ തലത്തിലേക്ക് എത്തുന്നു. എന്നാൽ ഇറാന്റെ അവകാശങ്ങൾ അല്ലെങ്കിൽ അവകാശവാദങ്ങൾ പൂർണ്ണമായും അടിസ്ഥാനരഹിതമാണ് എന്ന് പറഞ്ഞ അമേരിക്കൻ പ്രതിരോധ മന്ത്രാലയം, അതായത് പെന്റഗൺ തന്നെ നേരിട്ട് രംഗത്തെത്തിയതോടെ നയതന്ത്ര സൈനിക വൃത്തങ്ങളിൽ നാടകീയമായിട്ടുള്ള അനിശ്ചിതത്വം പുകയുകയാണ്. മേഖലയിൽ കപ്പൽ ഗതാഗതത്തെയും ആഗോള എണ്ണ വിപണിയെയും ഒരുപോലെ ബാധിക്കുന്നതാണ് ഈ പുതിയ സംഭവ വികാസങ്ങൾ എന്ന് പറയപ്പെടുന്നത്. രാജ്യാന്തര മാധ്യമങ്ങളുടെ ശ്രദ്ധ മുഴുവൻ ഇപ്പോൾ ഹോർമുസ് കടലിടുക്കിലേക്കാണ്. ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങളാണ് ആക്രമണം സംബന്ധിച്ചുള്ള വാർത്തകൾ ആദ്യമായിട്ട് പുറത്തുവിട്ടതും. അമേരിക്കയുടെ സാന്നിധ്യത്തിന് ശക്തമായിട്ടുള്ള മുന്നറിയിപ്പ് നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ആക്രമണം നടത്തിയത് എന്നാണ് ടെഹ്റാന്റെ വാദം. ഇറാന്റെ ഭാഗത്തു നിന്ന് യാതൊരു തരത്തിലുള്ള ആക്രമണവും ഉണ്ടായിട്ടില്ല എന്നും തങ്ങളുടെ കപ്പലുകളും ജീവനക്കാരും ഒക്കെ പൂർണ്ണ സുരക്ഷിതരാണ് എന്നും അമേരിക്കൻ സൈന്യം വ്യക്തമാക്കുന്നു. പ്രകോപനം സൃഷ്ടിക്കുവാൻ മേഖലയിൽ ഭീതി പടർത്താനുമുള്ള ഇറാന്റെ പ്രൊപ്പഗണ്ട അത് മാത്രമാണ് ഇത് എന്ന് വാഷിംഗ്ടൺ ആരോപിക്കുകയാണ്. എങ്കിലും തങ്ങളുടെ സഖ്യകക്ഷികൾക്ക് സുരക്ഷ ഉറപ്പാക്കാൻ മേഖലയിൽ നിരീക്ഷണം ശക്തമാക്കിയിരിക്കുകയാണ് US സെൻട്രൽ കമാൻഡ്. യഥാർത്ഥത്തിൽ ആക്രമണം നടന്നിട്ടുണ്ടോ അതോ രാഷ്ട്രീയമായ സമ്മർദ്ദത്തിന്റെ ഭാഗമാണോ ഇറാന്റെ ഈ പ്രസ്താവന എന്ന കാര്യത്തിൽ സൈനിക നിരീക്ഷകർക്കിടയിലടക്കം ഭിന്നസ്വരങ്ങളുണ്ട്. എന്നാൽ നേരിയൊരു തെറ്റിദ്ധാരണ പോലും വൻ യുദ്ധത്തിലേക്ക് നയിക്കാവുന്ന അത്രയും വഷളായിട്ടുള്ള സാഹചര്യമാണ് നിലവിൽ ഹോർമുസ് കടലിടുക്കിലുള്ളത് എന്നുള്ളതാണ്. ലോകത്തെ മൊത്തം പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെയും വലിയൊരു പങ്കും കടന്നു പോകുന്ന ഈ പാതയായതിനാൽ തന്നെ ഈ അനിശ്ചിതത്വം ആഗോള സമ്പദ് വ്യവസ്ഥയെ അടക്കം ആശങ്കയിലാക്കുന്ന ഒരു കാര്യമാണ്. കപ്പൽ ആക്രമണ വാർത്തകൾ പുറത്തു വരുന്നതിനിടെ അമേരിക്കയുമായിട്ടുള്ള നയതന്ത്ര ചർച്ചകൾ, അതിന്റെ ഭാവി ഇതൊക്കെ അവതാളത്തിലാണ് എന്ന സൂചന ഇറാൻ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് അർഗാച്ചി തന്നെ നൽകുന്നുണ്ട്. ഇവിടെ അമേരിക്കയുമായിട്ടുള്ള ബന്ധം പൂർണ്ണമായിട്ടും വിച്ഛേദിക്കപ്പെട്ടിട്ടില്ലെങ്കിലും ഒടുവിൽ നടന്ന ചർച്ചകളിൽ യാതൊരുവിധ പുരോഗതിയും ഉണ്ടായിട്ടില്ല എന്ന് അർഗാച്ചി തുറന്നു സമ്മതിക്കുകയാണ്. ഇരുപക്ഷവും പരസ്പരം കൈമാറിയ ഔദ്യോഗിക രേഖകൾ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ടെഹ്റാന്റെ വിശദീകരണം. അമേരിക്കയുമായുള്ള സമാധാന ചർച്ചകൾ എന്ന് പറയപ്പെടുന്ന അവസാനിപ്പിക്കുകയാണ് എന്ന് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കേണ്ടി വന്ന സാഹചര്യങ്ങളുടെ ഗൗരവം എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കേണ്ടതാണ്. ചർച്ചകൾ കൊണ്ട് മാത്രം കാര്യമുണ്ടാവില്ല എന്നും പ്രായോഗികമായിട്ടുള്ള സമീപനമാണ് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടതെന്നും അബ്ബാസ് അർഗാച്ചി വിശദമാക്കുകയാണ്. അമേരിക്കയുടെ ഉപരോധങ്ങൾ തുടരുന്ന സാഹചര്യത്തിലാണ് അല്ലെങ്കിൽ ആ പശ്ചാത്തലത്തിലാണ് ചർച്ചകളിൽ നിന്ന് പിന്മാറുന്നു എന്ന ഇറാന്റെ ഭീഷണി പാശ്ചാത്യ രാജ്യങ്ങളെ പ്രതിരോധത്തിലാക്കുവാനുള്ള ഒരു തന്ത്രമായിട്ട് വിലയിരുത്തപ്പെടുന്നത്. മേഖലയിലെ മറ്റൊരു പ്രധാന സംഘർഷ കേന്ദ്രമായിട്ടുള്ള ലെബനനിലെ ബെയ്റൂട്ടിനെതിരെയുള്ള ആക്രമണങ്ങളിലും ഇറാൻ കടുത്ത നിലപാടെടുത്തിരിക്കുകയാണ്. ബെയ്റൂട്ടിന് നേരെ ഉണ്ടാകുന്ന ഏതൊരു സൈനിക നീക്കത്തിനുമെതിരെ ഇറാൻ നിശബ്ദത പാലിക്കില്ല എന്ന് അർഗാച്ചി മുന്നറിയിപ്പ് നൽകി. ബെയ്റൂട്ടിന്റെ പ്രാന്തപ്രദേശങ്ങൾ ആക്രമിക്കുമെന്ന ഇസ്രായേലിന്റെ ഭീഷണി വന്ന നിമിഷം തന്നെ ഇറാനിയൻ സൈന്യം സായുധ സേനയെ ഈ പറയുന്ന പ്രത്യാക്രമണത്തിനായിട്ട് പൂർണ്ണ സജ്ജമാക്കിയതായിട്ടാണ് പറയപ്പെടുന്നത്. ഇവിടെ ബെയ്റൂട്ടിനെതിരായിട്ടുള്ള ആക്രമണം പശ്ചിമേഷ്യയിൽ മറ്റൊരു സമ്പൂർണ്ണ യുദ്ധത്തിന് വഴി തുറക്കുമ്പോൾ ഇറാന്റെ പക്ഷം ഇസ്രായേലിന്റെ നീക്കങ്ങൾക്ക് പിന്നിൽ അമേരിക്കയുടെ പരോക്ഷമായിട്ടുള്ള പിന്തുണയുണ്ട് എന്ന് ഇറാൻ വിശ്വസിച്ചു പോകുന്നു. അതുകൊണ്ട് തന്നെ ഇസ്രായേലിനുള്ള മുന്നറിയിപ്പ് കൂടിയാണ് ഹോർമുസ് കടലിടുക്കിലെ പുതിയ നീക്കങ്ങളിലൂടെ ഇറാൻ ലക്ഷ്യമിടുന്നത് എന്നുള്ളതാണ്. ഹെസ്ബുള്ളയ്ക്കും ലബനും പരസ്യമായുള്ള പിന്തുണ പ്രഖ്യാപിക്കുന്നതിലൂടെ മേഖലയിലെ വലിയ സ്വാധീനം അത് ഉറപ്പിച്ചു നിർത്തുക എന്നുള്ളത് കൂടി ഇവരുടെ ലക്ഷ്യമാണ്. ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുക എന്നുള്ള നിലപാടുമായിട്ടാണ് ഇവർ മുന്നോട്ട് പോകുന്നതെന്ന് ടെഹ്റാൻ വരെ പറയുന്നു. പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തെ സൂക്ഷ്മമായിട്ടൊന്ന് നിരീക്ഷിച്ചു കഴിഞ്ഞാൽ പുതിയ സംഭവ വികാസങ്ങൾ പെട്ടെന്നുണ്ടായ ഒന്നല്ല എന്ന് മനസ്സിലാക്കാൻ കഴിയും. US ഇറാൻ ആണവ കരാറിന്റെ തകർച്ചയ്ക്ക് ശേഷം ഇരു രാജ്യങ്ങളിൽ നിന്നുള്ള അവിശ്വാസം എന്ന് പറയപ്പെടുന്ന വർദ്ധിച്ചു വരികയാണ്. മേഖലയിലെ ഇസ്രായേലിന്റെ സൈനിക മേധാവിത്വം, അതിനെതിരെയുള്ള ഇറാന്റെ പ്രതിരോധ സഖ്യങ്ങളും ഒക്കെ ഇവർ തമ്മിലുള്ള ഒരു പോരാട്ടമാണ് ഇവിടെ ഇപ്പോൾ അന്താരാഷ്ട്ര കപ്പൽ പാതകളിലേക്ക് വരെ പടർന്നിരിക്കുന്നത് എന്നുള്ളതാണ്. വരും ദിവസങ്ങളിൽ UN ഭാഗത്ത് നിന്നോ മറ്റ് ആഗോള ശക്തികളുടെ ഭാഗത്തു നിന്നോ ശക്തമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടായില്ല എങ്കിൽ പശ്ചിമേഷ്യ കൂടുതൽ സങ്കീർണമായിട്ടുള്ള യുദ്ധമുഖത്തേക്ക് നീങ്ങും. ഹോർമുസിലെ നേരിയ പ്രകോപനം പോലും ലോകത്തെമ്പാടും ഇന്ധനവില വർധനവിനും ഒപ്പം തന്നെ സാമ്പത്തിക മാധ്യമത്തിനുമൊക്കെ കാരണമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വൻ ശക്തി രാജ്യങ്ങൾ വളരെ ജാഗ്രതയോടുകൂടിയാണ് ഈ തർക്കത്തെ വീക്ഷിക്കുന്നത് എന്നുള്ളതാണ്. അമേരിക്കൻ
പടക്കപ്പലുകളിൽ തീഗോളം തീർത്ത് ഇറാൻ മുന്നോട്ട് പോകുന്ന സാഹചര്യം സൃഷ്ടിച്ചിരിക്കുന്നു എന്നതാണ്. അതായത് ഇറാന്റെ മിസൈൽ താണ്ഡവമാണ് അവിടെ പശ്ചിമേഷ്യയിൽ നടക്കുന്നത്. ആ ഇറാന്റെ മിസൈൽ താണ്ഡവത്തിൽ അക്ഷരാർത്ഥത്തിൽ അമേരിക്ക ഞെട്ടിത്തരിച്ചു പോകുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ ട്രംപ് നിസ്സഹായനായി നോക്കി നിൽക്കുന്നു. അമേരിക്കൻ പടക്കപ്പലുകളിൽ അഗ്നിഗോളം തീർക്കാൻ കഴിയുന്നത്ര ഡ്രോണുകൾ വിന്യസിക്കുവാൻ ഇറാന് കഴിഞ്ഞിരിക്കുന്നു. ഇത്രയും കൃത്യമായിട്ടുള്ള ഒരു യുദ്ധ സംവിധാനം, യുദ്ധ കോപ്പുകൂട്ടൽ എന്ന് പറയപ്പെടുന്നത് ഒരുക്കിക്കൊടുത്തതും ഒരുക്കുന്നതുമൊക്കെ അമേരിക്കയും ഇസ്രായേലും ചേർന്നാണെങ്കിലും തിരിച്ചടിയിൽ ശക്തരാണ് ഞങ്ങൾ എന്നുള്ള നിലപാടിൽ ഒരു മാറ്റവും വരുത്താതെ ഇറാൻ ദീർഘകാലമായി അമേരിക്കയ്ക്കെതിരെയും ഇസ്രായേലിനെതിരെയും ആഞ്ഞടിക്കുകയാണ്. ഈ യുദ്ധത്തിന്റെ അവസാനം എന്താണ് എന്നുള്ളതിൽ യാതൊരു തീർപ്പും ഇപ്പോൾ പറയാനേ ആകുന്നില്ല.